ഒല്ലൂർ ESI ആശുപത്രി ശാപമോക്ഷത്തിനായി അധികൃതരുടെ കനിവ് തേടുന്നു. ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിൽ ആതുരാലയം. അനാസ്ഥ തുടർക്കഥയാക്കി KSEB. അത്താണി ഉദയനഗറിൽ വൈദ്യുതി പോസ്റ്റ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ നിന്ന് 5ാം ക്ലാസ് വിദ്യാർത്ഥി രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. കടൽക്ഷോഭത്തിൽ തകർന്നടിഞ്ഞ തീരദേശ മേഖലയിൽ അടിയന്തര നടപടികൾ ആവശ്യപ്പെട്ട് നാട്ടുകാർ പൊക്കുളങ്ങരയിൽ ദേശീയപാത ഉപരോധിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി ആരംഭിച്ചു. PC ജോർജ് MLA പാലിയേക്കര ടോൾ പ്ലാസയിൽ തടഞ്ഞു. ടോൾ പ്ലാസയിൽ നടക്കുന്നത് കമ്പനിയുടെ ഗുണ്ടായിസമാണെന്ന് PC ജോർജ്. നിരത്തിൽ ബസ്സുകളുടെ മത്സരയോട്ടം തുടരുന്നു. ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. മരിച്ചത് ഒളരിയിലെ അപകടത്തിൽ പരിക്കേറ്റ ബിമൽ ദാസ്. ജില്ലാ കളക്ടർ TV അനുപമ കടൽക്ഷോഭ ബാധിത പ്രദേശങ്ങളിൽ വീണ്ടുമെത്തി. ആശ്വാസ നടപടികൾ പ്രതീക്ഷിച്ച് കടലോരവാസികൾ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. നിരവധി പേരുടെ ആശ്രയമായ ഒല്ലൂർ ESI ആശുപത്രി ശാപമോക്ഷത്തിനായി അധികൃതരുടെ കനിവ് തേടുകയാണ്. മേൽക്കൂര തകർന്നു വീണും മഴയിൽ ചോർന്നൊലിക്കുന്നതുമായ ആശുപത്രി കെട്ടിടം ഏത് നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. പുറംകാഴ്ചയിൽ ഭേദമെന്ന് തോന്നുന്ന ഒല്ലൂർ ESI ആശുപത്രിയുടെ അകത്തെ അവസ്ഥ അത്ര സുഖകരമല്ല. ആശുപത്രിക്കകത്തേക്ക് കടക്കുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ച തന്നെ പരമദയനീയമാണ്. ചോർന്നൊലിക്കുന്ന വെള്ളം ശേഖരിക്കുന്നതിനായി അങ്ങിങ്ങായി നിരത്തിയ പാത്രങ്ങളും വെള്ളക്കെട്ടും. ഏകദേശം 50 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടത്തിന്റെ മേൽക്കൂരയിലെ ഓടും പലകകളും ഇളകി വീഴുന്നത് പതിവായി. മഴയിൽ കുതിർന്ന ഭിത്തികളും വിണ്ടുകീറിയ കോൺക്രീറ്റ് മേൽക്കൂരയും അപകടക്കണി വിളിച്ചോതുന്നവയാണ്. പ്രധാന ഓഫീസും പരിശോധനാ മുറിയും തീർത്തും ശോചനീയാവസ്ഥയിലാണ്. ഭിത്തികൾ നനഞ്ഞു കുതിർന്നതിനാൽ ഫാർമസിയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന വാട്ടർ ടാങ്ക് അടക്കം ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലും. മരുന്നുകൾ സൂക്ഷിക്കുന്ന സ്റ്റോർ റൂമിന്റെയും അവസ്ഥ മറിച്ചല്ല. രജിസ്റ്റർ അടക്കമുള്ള രേഖകൾ വെള്ളം വീണ് നശിക്കാതിരിക്കാൻ ഇവയ്ക്ക് മുകളിൽ പ്ലാസ്റ്റിക് ചാക്കി വിരിച്ചിരിക്കുകയാണ്. വാതിലുകളും ജനലുകളും ദ്രവിച്ചതോടെ ഇഴജന്തുക്കൾ അടക്കമുള്ളവയുടെ ശല്യവും രൂക്ഷമായി. ഈർപ്പം നിലനിൽക്കുന്നതിനാൽ നല്ലൊരു മഴ പെയ്താൽ ഷോർട്ട് സർക്യൂട്ട് മൂലം വൈദ്യുതി ബന്ധവും തകരാറിലാകും. സ്വന്തമായി ജനറേറ്റർ ഇല്ലാത്തതിനാൽ വൈദ്യുതി മുടക്കം ചികിത്സയെയും കാര്യമായി ബാധിച്ചു തുടങ്ങി. പലവിധ രോഗങ്ങളാൽ ദിവസേന നിരവധി പേർ വന്നുപോകുന്ന ആശുപത്രിയുടെ ദുരവസ്ഥ രോഗികൾക്കും ഇരട്ടി ദുരിതമാണ് സമ്മാനിക്കുന്നത്. ഞങ്ങൾ പനി ഇതൊക്കെ ആയിട്ട് വരുമ്പോൾ ഈ വെള്ളത്തിൽ വന്നിട്ട് ഇരിക്കണം. വെള്ളത്തിൽ വന്നിരിക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. പനിയും കൊണ്ടായി വരണത്. വന്നിട്ട് പിന്നെ നമ്മൾ ഈ വെള്ളത്തിൽ വന്നിരിക്കണം. ഇതൊക്കെ ഒന്ന് ശരിയാക്കി തന്നാൽ ഞങ്ങൾക്ക് ഉപകാരമാണ്. ESI കോർപ്പറേഷന്റെ സ്വന്തം കെട്ടിടമായതിനാൽ ആശുപത്രി വികസന സമിതിക്ക് മാത്രമാണ് അറ്റകുറ്റപ്പണികളോ നിർമ്മാണ പ്രവൃത്തികളോ നടത്താൻ അനുവാദമുള്ളൂ. ആശുപത്രിയുടെ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടി പലകുറി ESI കോർപ്പറേഷനും വികസന സമിതിക്കും കത്ത് നൽകിയിരുന്നു. എന്നാൽ നടപടികൾ മാത്രമുണ്ടായില്ല. അനവധി പേർക്ക് ആശ്രയമാകേണ്ട ആതുരാലയമാണ് ഇത്തരത്തിൽ അധികൃതരുടെ അനാസ്ഥയ്ക്ക് പാത്രമായി കാലങ്ങളായി നിലകൊള്ളുന്നത്. ഇനിയെങ്കിലും ഇതിനൊരു ശാപമോക്ഷമുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ജീവനക്കാർക്കടക്കമുള്ളത്. TCV തൃശൂർ. അത്താണി കെൽട്രോൺ ഉദയനഗറിൽ വൈദ്യുതി പോസ്റ്റ് മറിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ നിന്ന് 5ാം ക്ലാസ് വിദ്യാർത്ഥി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മരണത്തെ മുഖാമുഖം കണ്ട വിദ്യാർത്ഥിക്ക് രക്ഷയായത് പിതാവിന്റെ സമയോചിതമായ ഇടപെടൽ. KSEBയുടെ അനാസ്ഥയാണ് അപകട കാരണമെന്ന് നാട്ടുകാർ. ഇത് നവനീത് എന്ന 9 വയസ്സുകാരന്റെ 2ാം ജന്മമാണ്. സ്കൂളിലേക്ക് നടന്നു പോകുന്നതിനിടെ വൈദ്യുത പോസ്റ്റ് മറിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലും ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലുമാണ് അമ്പലപുരം AUP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥി നവനീതും കുടുംബവും. ബുധനാഴ്ച രാവിലെ സ്കൂളിലേക്ക് പോകുന്നതിനിടയിലാണ് വൈദ്യുത പോസ്റ്റ് നിലം പതിച്ചത്. വൈദ്യുത കമ്പികൾ ദേഹത്ത് വീണ് നവനീതും മറിഞ്ഞു വീഴുകയായിരുന്നു. ഈ സമയം വൈദ്യുതി പ്രവഹിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും കയ്യിൽ കുടയുണ്ടായിരുന്നത് കൂടുതൽ രക്ഷയായി മാറി. ചെറുതായി ഷോക്കേറ്റെങ്കിലും വിദ്യാർത്ഥി എണീക്കാതിരുന്നതാണ് ജീവന് ആപത്ത് സംഭവിക്കാതെ രക്ഷപ്പെടാൻ കാരണം. ഞാൻ സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ കൊട പിടിച്ച് വന്നതാ. അപ്പോൾ ഒറ്റങ്ങോട്ട് വീണു. അപ്പോൾ എനിക്ക് ഷോക്ക് അടിക്കണം മാത്രമേ ഉണ്ടായിരുന്നു. അച്ഛൻ വന്നിട്ട് രക്ഷപ്പെടുത്തി. അവനാകെ പേടിയായി. എന്താ വെച്ചാൽ പിന്നെ ഒന്നാമത്തെ അവന് ഫിക്സ് വരുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അതും കൂടി ആയപ്പോൾ ഞങ്ങൾക്ക് ആകെ ടെൻഷനായി. മറ്റേ കുട്ടികൾ പോകാൻ വേണ്ടി രണ്ട് കുട്ടികൾ ഒരുങ്ങി നിൽക്കണു. ഒരു കുട്ടി അതിൻ്റെ മുന്നേ പോയുള്ളൂ. അവരൊരുമിച്ചാണ് പോവാറ്. ഇന്നിപ്പോൾ ഇവൻ എന്താണ് അവൾ മുന്നേയും പോയി, ഇവ അതിൻ്റെ പിറകെയും പോയി. പക്ഷെ അപ്പം രണ്ടുപേരും ഒപ്പം പോവുകയാണെങ്കിൽ 2 പേർക്കും കിട്ടിയത്.
വൈദ്യുത കമ്പികൾക്കിടയിൽ ഭയന്നു വിറച്ച് കിടക്കുകയായിരുന്ന നവനീതിന് രക്ഷയായത് സംഭവം കണ്ടുനിന്ന പിതാവ് വെള്ളാങ്കല്ലൂർ വീട്ടിൽ വിദ്യാധരന്റെ സമയോചിതമായ ഇടപെടലാണ്. നവനീതിനോട് എണീക്കാതെ പതുക്കെ കമ്പികൾക്കിടയിൽ നിന്ന് നിരങ്ങി നീങ്ങാൻ പിതാവ് ആവശ്യപ്പെടുകയായിരുന്നു. ഇത് പോകുന്നുണ്ട്, ഞാൻ അപ്പുറത്തെ റോഡിൽ നിന്ന് വരുന്നത് ഇറങ്ങിയതായിരുന്നു. ഇറങ്ങിയ സമയത്താണ് ഈ പോസ്റ്റ് കുത്തരന്ന് വീഴുന്നത്. വീണ കുട്ടി അതിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ് ഞാൻ കണ്ടു. എനിക്ക് എന്താണെന്ന് പറയാൻ സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ആൾക്കാർ ഇവിടെ നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക, അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? കുട്ടി അതിൻ്റെ ഉള്ളിലായിരുന്നു കിടന്നിട്ട്. അത് പുള്ളിക്ക് ഇവിടെ സ്പാർക്കിങ് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കംപ്ലീറ്റ് കറണ്ട് ഉണ്ടായിരുന്നു. ഇതിൽ കറണ്ട് ഉണ്ട്, തൊടാനും പറ്റില്ല. എന്തോ ദൈവകൃത്തെന്ന് പറയാം. കുട്ടീനെ ഒരു വിധത്തിൽ വന്ന് പറഞ്ഞ് ആ കുട്ടീനെ ആ സൈഡിൽ കൂടെ അവനെ കൊണ്ട് തന്നെ പറയിച്ചിട്ട് അങ്ങോട്ട് മാറ്റി. അപകടം സംഭവിച്ച ശേഷം 20 മിനിറ്റോളം വൈദ്യുതി ഓഫ് ചെയ്യാതെ കിടന്നതും പ്രദേശവാസികളുടെ ആശങ്ക വർദ്ധിപ്പിച്ചു. 5 ദിവസത്തിലേറെയായി വൈദ്യുത പോസ്റ്റ് കനത്ത മഴയിൽ അപകടകരമായ വിധം ചെരിഞ്ഞു കിടക്കുകയായിരുന്നുവെന്നും മേഖലയിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. എന്നാൽ നിരന്തരം പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ KSEB ജീവനക്കാർ കഴിഞ്ഞ ദിവസം സ്ഥലത്തെത്തി ചാഞ്ഞുകിടന്നിരുന്ന വൈദ്യുത പോസ്റ്റ് നിവർത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുകയായിരുന്നു. പുതിയ കുഴിയെടുത്ത് പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാതിരുന്നതും പോസ്റ്റ് ശരിക്ക് ഉറപ്പിക്കാതെയും സ്റ്റേ കൊടുക്കാതെയും ഏണി ഉപയോഗിച്ച് വെറുതെ നിവർത്തി നിർത്തിയതുമാണ് ഇത് നിലംപതിക്കാൻ കാരണമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. അപ്പോൾ ഇവർ വളരെയധികം അനാസ്ഥയാണ് കാണിച്ചാണ്. വരാം എന്ന് പറയാന്നല്ലാതെ അവർ വന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ അവർ ഏതോ പെട്ടെന്ന് ഒരു 8 മണിക്ക് ശേഷമാണ്, വൈകുന്നേരം ഒരു 8 മണിക്ക് ശേഷം വന്ന് ഒരു കുറച്ച് കമ്പിയും കാലുകളും കൊണ്ടുവന്ന സാധനത്തിനെ ഒന്ന് നിവർത്തി വെച്ച് 2 കല്ലുകൾ വെറുതെ ഒന്ന് കുത്തിച്ചാറ്റി വെച്ചിട്ട് അവർ പോവുകയാണ് ചെയ്തിട്ടുള്ളത്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പോലീസും KSEB അധികൃതരും സ്ഥലത്തെത്തി പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. അതേസമയം കൺമുമ്പിൽ നടന്ന അപകടത്തിന്റെ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ലെങ്കിലും ഒരു കുരുന്നു ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാരും നവനീതിന്റെ കുടുംബവും. ആയുസിന്റെ ബലം കൊണ്ടും ഭാഗ്യം കൂടെയുള്ളതുകൊണ്ടുമാണ് ഒരു പോറൽ പോലും ഏൽക്കാതെ നവനീത് എന്ന ഈ 9 വയസ്സുകാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ഇനി അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. അധികാരികൾ മുൻകരുതൽ എടുക്കുകയാണ് വേണ്ടത്. ക്യാമറമാൻ ബിജു ആമക്കോടിനോടൊപ്പം ശ്രീകേഷ് വെള്ളായൻകര, TCV ന്യൂസ്. കടൽക്ഷോഭത്തിൽ തകർന്നടിഞ്ഞ എങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ തീരദേശ മേഖലയിൽ അടിയന്തര നടപടികൾ ആവശ്യപ്പെട്ട് നാട്ടുകാർ പൊക്കുളങ്ങരയിൽ ദേശീയപാത ഉപരോധിച്ചു. ഏത്തായ്, അഴിമുഖം, പൊക്കുളങ്ങര പ്രദേശങ്ങളിൽ കാലവർഷക്കെടുതികൾ അനുഭവിക്കുന്ന 100ഓളം പേരാണ് രാവിലെ 10:15 ദേശീയപാത ഉപരോധ സമരം തുടങ്ങിയത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നാട്ടുകാർ ദേശീയപാതയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. കടൽക്ഷോഭത്തിൽ തകർന്ന സീവാൾ റോഡിലെ മണൽത്തിട്ട മാറ്റുക, കടൽഭിത്തി അടിയന്തരമായി കെട്ടുക, വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുക, കുടിവെള്ളം ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കൂടി ഉന്നയിച്ചായിരുന്നു ഉപരോധം. പൊക്കുളങ്ങര മുതൽ ചേറ്റുവ വരെയും തെക്കുഭാഗത്ത് 7-ാം കല്ല് വരെയും 100ലേറെ വാഹനങ്ങൾ ഉപരോധത്തെ തുടർന്ന് വഴിയിൽ കുടുങ്ങി. ഇതിനിടെ വാടനപ്പള്ളി SI MK രമേശ് സ്ഥലത്തെത്തി ഉപരോധം നിർത്തണമെന്നാവശ്യപ്പെട്ടെങ്കിലും നാട്ടുകാർ വിസമ്മതിച്ചു. 1.5 മണിക്കൂർ കഴിഞ്ഞ് ചാവക്കാട് തഹസിൽദാർ P പ്രേംചന്ദ് സ്ഥലത്തെത്തി. തുടർന്ന് എങ്ങണ്ടിയൂർ പഞ്ചായത്ത് ഓഫീസിൽ തഹസിൽദാർ, പഞ്ചായത്ത് പ്രസിഡന്റ് ഉദയ് തോട്ടപ്പള്ളി, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ നാട്ടുകാരുമായി ചർച്ച നടത്തി. 1 മാസം മുൻപ് നിർത്തിവെച്ച മണൽത്തിട്ട കെട്ടലിന് കളക്ടർ അനുമതി നൽകിയതായി പ്രസിഡന്റ് ഉദയ് തോട്ടപ്പള്ളി അറിയിച്ചു. സാങ്കേതിക അനുമതി ലഭിക്കാതിരുന്നതാണ് മണൽത്തിട്ട ഉയർത്തുന്ന നടപടിക്ക് തടസ്സമായതെന്ന് അദ്ദേഹം പറഞ്ഞു. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ മണൽ മൂടിയ അഴി മുറിക്കൽ, അടിയന്തരമായി കുടിവെള്ളം നാളെ മുതൽ വിതരണം ചെയ്യുക തുടങ്ങിയ നടപടികൾ ആരംഭിച്ചതായും പ്രസിഡന്റ് നാട്ടുകാരെ അറിയിച്ചു. വീടുകൾ നഷ്ടപ്പെട്ടവർ അപേക്ഷ നൽകിയാൽ നഷ്ടപരിഹാര തുക ഉടൻ നൽകുമെന്ന് തഹസിൽദാറും അറിയിച്ചതോടെ നാട്ടുകാർ ഉപരോധ സമരം നിർത്തിവെക്കുകയായിരുന്നു. TCV തൃപ്രയാർ. എങ്ങണ്ടിയൂരിൽ കടൽക്ഷോഭ കെടുതികൾ അനുഭവിക്കുന്ന നാട്ടുകാരുടെ ദേശീയപാത ഉപരോധ സമരം ഫലം കണ്ടു. അടിയന്തരമായി മേഖലയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ ചാവക്കാട് തഹസിൽദാറുടെയും എങ്ങണ്ടിയൂർ പഞ്ചായത്ത് അധികൃതരുടെയും നേതൃത്വത്തിൽ ആരംഭിച്ചു. പൊക്കുളങ്ങരയിൽ നിന്ന് ഒഴുകിയെത്തുന്ന കടൽ വെള്ളം അഴിമുഖത്തേക്ക് ഒഴുകിപ്പോയിരുന്ന പ്രധാന ഭാഗമാണ് മണൽ മൂടി കിടന്നിരുന്നത്. കഴിഞ്ഞ 20 വർഷമായി മണൽ മൂടി കിടക്കുന്ന അഴി തുറക്കാതെ മേഖലയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അസാധ്യമാണെന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു. ഇതുകൂടി കണക്കിലെടുത്ത അധികൃതർ അഴി തുറന്ന് നീരൊഴുക്ക് ക്രമത്തിലാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ചാവക്കാട് തഹസിൽദാർ P പ്രേംചന്ദ്, ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദയ് തോട്ടപ്പള്ളി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അഴി തുറക്കാനുള്ള അളവെടുപ്പ് നടത്തിയത്. 100 മീറ്റർ നീളത്തിലും 30 മീറ്റർ വീതിയിലും 6 മീറ്റർ ആഴത്തിലുമാണ് അഴി പുനഃസ്ഥാപിക്കുക. ഇത് സംബന്ധിച്ച് എസ്റ്റിമേറ്റ് അടുത്ത ദിവസം തന്നെ ജില്ലാ കളക്ടർക്ക് കൈമാറും. തുടർന്ന് 2 ദിവസത്തിനകം അഴി തുറക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങും. തീരദേശ പഞ്ചായത്തുകളിൽ പെടുന്ന വലപ്പാട് 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. വലപ്പാട് കരയാമുട്ടം സ്കൂൾ, എടമുട്ടം UP സ്കൂൾ, പള്ളിപ്രം സ്കൂൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ തുറന്നത്. എടമുട്ടത്തും കരയാമുട്ടത്തും 30 വീതം കുടുംബങ്ങളിലായി 100ഓളം പേരാണ് ക്യാമ്പിൽ എത്തിയിട്ടുള്ളത്. അതേസമയം അഴിമുറിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് 3 ലക്ഷം രൂപ അനുവദിച്ചതായി KV അബ്ദുൽ ഖാദർ MLA അറിയിച്ചു. കൂടാതെ കലുങ്ക് നിർമ്മാണത്തിനും സംരക്ഷണ ഭിത്തിക്കുമായി ആവശ്യമായ തുക അനുവദിക്കുമെന്നും MLA അറിയിച്ചു.
TCV ന്യൂസ്, തൃപ്രയാർ. ഇടവേള. വാർത്തകൾ തുടരുന്നു. PC ജോർജ് MLA പാലിയേക്കര ടോൾ പ്ലാസയിൽ തടഞ്ഞ പാലിയേക്കര ടോൾ പ്ലാസയിൽ നടക്കുന്നത് കമ്പനിയുടെ ഗുണ്ടായിസമാണെന്ന് PC ജോർജ് MLA. ജനപ്രതിനിധിയാണെന്നോ സാധാരണ ബസ്സുകളുടെ മത്സരയോട്ടത്തിന് ഒരു രക്തസാക്ഷി കൂടി. ഒളരിയിൽ ബസ്സുകളുടെ മത്സരയോട്ടത്തിനിടെ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചു. കണ്ടശംകടവ് സ്വദേശി മുക്കപ്പുഴ വീട്ടിൽ വിമൽ ദാസാണ് മരിച്ചത്. 2 ദിവസം മുൻപായിരുന്നു അപകടം. ആശുപത്രിയിലേക്ക് വാടക വന്ന് തിരിച്ച് കണ്ടശംകടവിലേക്ക് പോവുകയായിരുന്നു ഓട്ടോറിക്ഷ. തൃശ്ശൂരിൽ നിന്ന് കാഞ്ഞാണിയിലേക്ക് മത്സരിച്ചോടിയെത്തിയ ബസ്സുകളിൽ ഒന്നാണ് ഓട്ടോറിക്ഷയിലിടിച്ചത്. നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ റോഡിൽ 2 തവണ തലക്കീഴായി മറിഞ്ഞ് ഡ്രൈവർക്കും ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന ഗർഭിണിയായ സ്ത്രീക്കും പരിക്കേറ്റിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ വിമൽദാസ് വെസ്റ്റ് പോർട്ട് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ജില്ലാ കളക്ടർ TV അനുപമ കടൽക്ഷോഭ ബാധിത പ്രദേശങ്ങളിൽ വീണ്ടും എത്തി. ആശ്വാസത്തിന്റെ വാക്കുകളുമായി. കഴിഞ്ഞ തിങ്കളാഴ്ച സന്ദർശിക്കാൻ കഴിയാതിരുന്ന ഇടവിലങ്ങ് പഞ്ചായത്തിലെ കാരവ കടപ്പുറം, പുതിയ റോഡ്, എറിയാട് പഞ്ചായത്തിലെ ചന്ത, ചേരമാൻ, ആറാട്ടുവഴി എന്നീ കടപ്പുറങ്ങളിലാണ് കലക്ടർ എത്തിയത്. കടൽവെള്ളത്തിലൂടെ ഏറെ ദൂരം നടന്ന കലക്ടർ തീരപ്രദേശത്തിന്റെ ദുരിതം അനുഭവിച്ചറിഞ്ഞു. എറിയാട് കടപ്പുറത്തു നിന്നും മടങ്ങാനൊരുങ്ങിയ കലക്ടറോട് കടലെടുത്ത തങ്ങളുടെ വീടുകൾ സന്ദർശിക്കണമെന്ന സ്ത്രീകൾ ആവശ്യപ്പെട്ടു. പോലീസ് തടയാൻ ശ്രമിച്ചുവെങ്കിലും കലക്ടർ കടപ്പുറത്തേക്ക് തിരിച്ചു നടന്നു. കടൽക്ഷോഭത്തിൽ തകർന്ന വീടുകളിലൊന്ന് സന്ദർശിക്കുകയും സ്ത്രീകളുടെ പരാതി കേൾക്കുകയും ചെയ്തു. എടവിലങ്ങ് കാരവ കടപ്പുറത്തു നിന്നും കാറിൽ മടങ്ങും വഴി കണ്ണീരുമായി എത്തിയ പോണത്ത് ഉഷ എന്ന വീട്ടമ്മയെ ആശ്വസിപ്പിച്ച ശേഷമാണ് ജില്ലാ കളക്ടർ TV അനുപമ മടങ്ങിയത്. എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് AP ആദർശ്, എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദിനി മോഹനൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് VA സബാഹ് എന്നിവരും കളക്ടർക്കൊപ്പമുണ്ടായിരുന്നു. അതേസമയം കളക്ടറെ അനുഗമിച്ചിരുന്ന എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദിനി മോഹനനും മറ്റു ചില ജനപ്രതിനിധികളും ചേരമാൻ കടപ്പുറത്ത് വെച്ച് മടങ്ങിപ്പോകാൻ ഒരുങ്ങിയെന്നാരോപിച്ച് നാട്ടുകാർ പ്രസിഡന്റിന്റെ വാഹനം തടഞ്ഞു. പോലീസ് ഇടപെട്ടുവെങ്കിലും നാട്ടുകാർ പിന്മാറിയില്ല. പിന്നീട് ജീപ്പ് താൽക്കാലികമായി ഉപേക്ഷിച്ച് പഞ്ചായത്ത് പ്രസിഡന്റും സംഘവും മറ്റൊരു കാറിൽ മടങ്ങി. സമീപ ദിവസങ്ങളിൽ കടൽക്ഷോഭ ബാധിത പ്രദേശം സന്ദർശിക്കാതിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കളക്ടർ വന്നപ്പോഴാണ് കടപ്പുറത്തെത്തിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു. TCV കൊടുങ്ങല്ലൂർ. ജില്ലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടപ്പാക്കാൻ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം സാധ്യമാക്കണമെന്ന വിവിധ വകുപ്പ് മേധാവികളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കളക്ടർ നിർദ്ദേശം നൽകി. ജില്ലയിലെ വിവിധ താലൂക്കുകളിലായി 20 ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടി തുറന്നു. ഇതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ എണ്ണം 43ആയി. 755 കുടുംബങ്ങളിൽ നിന്നായി 2388 പേരെയാണ് വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. കാറ്റിലും മഴയിലും ഇതുവരെ ജില്ലയിൽ 7.41 കോടി രൂപയുടെ വിളനാശം ഉണ്ടായതായാണ് ഔദ്യോഗിക കണക്ക്. 174.16 ഹെക്ടർ കൃഷി നശിച്ചു. കാലവർഷക്കെടുതി മൂലം ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തിയ മുഴുവൻ കുടുംബങ്ങൾക്കും 1000 രൂപ വീതം ഒറ്റത്തവണയായി നൽകും. ജൂലൈ 17 വൈകിട്ട് 6 വരെ ക്യാമ്പുകളിൽ ഉള്ളവർക്കും ക്യാമ്പുകളിൽ എത്തി തിരിച്ചു പോയവർക്കുമാണ് മന്ത്രിസഭാ തീരുമാനപ്രകാരം സഹായം നൽകുക. കനത്ത വെള്ളക്കെട്ടിനെ തുടർന്ന് നെടുപുഴ കോടന്നൂർ ബണ്ട റോഡ് വഴിയും ചൂരക്കാട്ടുകര കുറ്റൂർ റോഡ് വഴിയും വാഹന ഗതാഗതം അധികൃതർ നിരോധിച്ചിട്ടുണ്ട്. പുല്ലഴി വടക്കുമുറി കനാലിൽ വീണ് ഷൊർണൂർ സ്വദേശിയായ യുവാവ് മരിച്ചു. കുന്നത്ത് വീട്ടിൽ ബാലചന്ദ്രൻ മകൻ 24 വയസ്സുള്ള ബിജോയാണ് മരിച്ചത്. തൃശൂർ MG റോഡിലെ സ്വകാര്യ IT സ്ഥാപനത്തിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ബിജോയ്. ചൊവ്വാഴ്ച രാത്രി 11 മണിയോടെ സുഹൃത്തുക്കളുമൊത്ത് പുല്ലഴി വടക്കുമുറി കനാൽ പരിസരത്ത് എത്തിയതായിരുന്നു. വെള്ളത്തിൽ പോയ ചെരുപ്പ് എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ കനാലിൽ വീഴുകയാണ് ഉണ്ടായത്. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് രാത്രി തന്നെ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ബുധനാഴ്ച തിരച്ചിൽ ആരംഭിച്ചപ്പോൾ രാവിലെ 9:30യോടെയാണ് മൃതദേഹം കണ്ടെടുത്തത്. പുതൂർക്കരയിൽ സുഹൃത്തുക്കളും ഒന്നിച്ച് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു മരിച്ച ബിജോയ്. തൃശൂർ ഫയർ സ്റ്റേഷനിലെ ലീഡിംഗ് ഫയർമാൻ MM ഹമീദ്, ജോൺ ബ്രിട്ടോ, മധുപ്രസാദ്, സ്കൂബ ടീം അംഗങ്ങളായ ഫൈസൽ, വിജീഷ്, ശ്യാം, നന്ദകുമാർ തുടങ്ങിയവരും പ്രദേശവാസികളും തിരച്ചിലിൽ പങ്കെടുത്തു. ഫീസ് അടച്ച് ഇനി ജയിൽവാസം അനുഭവിച്ചറിയാം. ജയിൽ ടൂറിസം പദ്ധതി വിയ്യൂരിൽ യാഥാർത്ഥ്യമാകാൻ ഇനി 1 വർഷം മാത്രം. നിശ്ചിത ഫീസ് അടച്ചാൽ 1 ദിവസം തടവറയ്ക്കുള്ളിൽ കഴിയാൻ അവസരം കിട്ടുന്ന ജയിൽ ടൂറിസം പദ്ധതി വിയ്യൂരിൽ ഒരുങ്ങുന്നു. വിയ്യൂർ സെൻട്രൽ ജയിൽ വളപ്പിൽ ഒരുങ്ങുന്ന ജയിൽ മ്യൂസിയത്തോടനുബന്ധിച്ചാണ് സമാന്തര ടൂറിസ്റ്റ് ജയിൽ ഒരുങ്ങുന്നത്. ഇതിനായുള്ള പദ്ധതി ജയിൽ വകുപ്പ് സർക്കാരിന് സമർപ്പിച്ചു കഴിഞ്ഞു. സാക്ഷാൽ ജയിൽ തടവുകാർ കഴിയുന്നത് പോലെ ജയിൽ വേഷം ധരിച്ച് മണിയടിക്കുമ്പോൾ കിട്ടുന്ന ഭക്ഷണം കഴിച്ച് 1 ദിവസം മുഴുവൻ സെല്ലിൽ കഴിയാം.
ഓൺലൈൻ വഴി മുൻകൂട്ടി ഫീസ് അടച്ച് ബുക്ക് ചെയ്യുന്നവർക്കാണ് ജയിൽവാസത്തിന് അർഹതയുണ്ടാവുക. പുറത്തുള്ളവരെ ജയിലിൽ പ്രവേശിപ്പിക്കരുതെന്നാണ് കേന്ദ്ര നിയമം. ഇതിനാൽ ജയിലിനോട് ചേർന്ന് മറ്റൊരു സമാന്തര ജയിലായാണ് ടൂറിസ്റ്റ് ജയിൽ പ്രവർത്തിക്കുക. തടവുകാരുമായി ഇടപഴകാനുള്ള അവസരം ജയിൽ ടൂറിസ്റ്റുകാർക്ക് ലഭിക്കില്ല. ജയിൽവാസം അനുഭവിക്കാത്തവർക്ക് അത് അനുഭവവേദ്യമാക്കാൻ അവസരമൊരുക്കുകയാണ് ജയിൽ വകുപ്പ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. രാജ്യത്ത് നിലവിൽ തെലങ്കാന ജയിലിൽ മാത്രമാണ് ഇങ്ങനെയൊരു സൗകര്യമുള്ളത്. ഇവിടെ ഒരു ദിവസത്തെ ജയിൽവാസത്തിന് 500 രൂപയാണ് ഫീസ്. ജയിൽ മ്യൂസിയത്തിനും ജയിൽ ടൂറിസം പദ്ധതിക്കുമായി 6 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. സർക്കാർ ഫണ്ട് കൃത്യമായി ലഭിക്കുകയാണെങ്കിൽ 1 വർഷത്തിനകം ജയിൽ ടൂറിസം പദ്ധതി വിയ്യൂർ ജയിലിൽ യാഥാർത്ഥ്യമാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. TCV തൃശൂർ. തൃശൂർ മുതുവറ റോഡിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട BMSന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ബസ് തൊഴിലാളികൾ വ്യാഴാഴ്ച പണിമുടക്കും. തൃശൂർ കുന്നംകുളം, തൃശൂർ ഗുരുവായൂർ, തൃശൂർ അമല, പറപ്പൂർ, ചാവക്കാട്, ഗുരുവായൂർ റൂട്ടുകളിലെ ബസ് ജീവനക്കാരാണ് പണിമുടക്കുക. നിശ്ചയിച്ച സമയത്ത് സർവീസ് പൂർത്തിയാക്കാനാകുന്നില്ലെന്നും ട്രിപ്പുകൾ റദ്ദാക്കേണ്ടി വരുന്നതായും ബസ് തൊഴിലാളികൾ പറഞ്ഞു. ഭാരതമണ്ണിൽ 100 ഷോറൂമുകളുമായി കല്യാൺ ജ്വല്ലേഴ്സ്. തൃശൂരിന്റെ അഭിമാന ജ്വല്ലറി രാജ്യത്തിന്റെ അഭിമാനമാകുന്നു. ജനം ഹൃദയത്തിൽ വിശ്വാസം രേഖപ്പെടുത്തിയ കല്യാൺ ജ്വല്ലേഴ്സ് രാജ്യത്തിന്റെ അഭിമാനമാവുകയാണ്. വ്യാപാര രംഗത്ത് നൂറ്റാണ്ട് പിന്നിട്ട പാരമ്പര്യമുള്ള കല്യാൺ ജ്വല്ലേഴ്സിന്റെ ജ്വല്ലറികൾ രാജ്യത്ത് 100-ലെത്തുകയാണ്. തൃശൂരിന്റെ മണ്ണിൽ നിന്ന് ലോകത്തോളം വളർന്ന കല്യാൺ ജ്വല്ലേഴ്സിന്റെ കുതിപ്പ് സാംസ്കാരിക തലസ്ഥാനത്തിനും പൊൻതൂവലാവുകയാണ്. ഈ മാസം 21-ന് 3 ജ്വല്ലറികളാണ് കല്യാൺ ജ്വല്ലേഴ്സ് തുറക്കുന്നത്. മധ്യപ്രദേശിലെ ഇൻഡോറിലും മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലും ഛത്തീസ്ഗഡിലെ റായ്പൂരിലും തുറക്കുന്ന ജ്വല്ലറികൾ ബ്രാൻഡ് അംബാസിഡർ കത്രീന കൈഫാണ് ഉദ്ഘാടനം ചെയ്യുക. ജൂലൈ 22-ന് ഉത്തർപ്രദേശിലെ കാൺപൂരിലും ഡൽഹിയിലെ ദ്വാരകയിലും ഗാസിയാബാദിലും പ്രീത് വിഹാറിലുമായി 4 ജ്വല്ലറികൾ കൂടി തുറക്കും. ഓഗസ്റ്റ് 12-ന് 3 ജ്വല്ലറികൾ തുറക്കുന്നത് വെസ്റ്റ് ബംഗാളിലും ആസാമിലും ജാർഖണ്ഡിലുമാണ്. യഥാക്രമം സിലിഗുരി, ഗുവാഹട്ടി, റാഞ്ചി എന്നിവിടങ്ങളിലാണ് ജ്വല്ലറികൾ തുറക്കുന്നത്. ഈ ജ്വല്ലറികളും ഉദ്ഘാടനം ചെയ്യുന്നത് കത്രീന കൈഫാണ്. ഇതോടെ രാജ്യത്ത് 18 സംസ്ഥാനങ്ങളിലായി കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഷോറൂമുകളുടെ എണ്ണം 100-ലെത്തും. UAE-യിലും ഒമാനിലും ഖത്തറിലും കുവൈറ്റിലും കല്യാൺ ജ്വല്ലേഴ്സിന് ഷോറൂമുകളുണ്ട്. പുതിയ ഷോറൂമുകളിലും സ്വർണം, വെള്ളി, വജ്രം ആഭരണങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. കല്യാൺ ജ്വല്ലേഴ്സിൽ ഉപഭോക്താക്കൾ അർപ്പിച്ച വിശ്വാസമാണ് കല്യാൺ ജ്വല്ലേഴ്സ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ TS കല്യാണരാമൻ പറഞ്ഞു. പരിശുദ്ധമായ സ്വർണ്ണാഭരണങ്ങൾ ന്യായമായ വിലയിൽ നൽകിയ കല്യാൺ ജ്വല്ലേഴ്സിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ ഉപഭോക്താക്കളുടെ പിന്തുണയാണ്. അമിതാഭ് ബച്ചനും ജയാ ബച്ചനും ഐശ്വര്യ റായിയും മഞ്ജു വാര്യരും പ്രഭുവും കത്രീന കൈഫും ഉൾപ്പെടെയുള്ള പ്രമുഖർ കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഭാഗമാവുന്നതും ഇതുകൊണ്ട് തന്നെ. വിശ്വാസത്തിന്റെയും സത്യസന്ധതയുടെയും സ്വർണ്ണ തിളക്കമായി മാറുകയാണ് ആ നാമം, കല്യാൺ ജ്വല്ലേഴ്സ്. മൊബൈൽ ഫോണിൽ അശ്ലീല ചിത്രങ്ങൾ കാണിച്ച് ബന്ധുവായ 12-കാരിയെ പീഡിപ്പിച്ച മധ്യവയസ്കനെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. പൊയ്യ സ്വദേശി ശിവനാണ് അറസ്റ്റിലായത്. സ്കൂൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടിയുടെ പെരുമാറ്റത്തിൽ വ്യത്യാസങ്ങൾ കണ്ട അധ്യാപിക നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം പുറത്തറിയുന്നത്. അധ്യാപിക നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷിച്ചത്. പ്രതിക്കെതിരെ പോക്സോ പ്രകാരം കേസെടുത്തു. കർക്കിടക സുഹൃതം. ആത്മീയ ശാരീരിക വകഭേദങ്ങളെ സമന്വയിപ്പിക്കുന്ന രാമായണ പാരായണത്തിന്റെ പ്രസക്തി നാൾക്ക് നാൾ വർദ്ധിക്കുകയാണ്. കർക്കിടകം പിറന്നതോടെ ഇനിയുള്ള ദിനരാത്രങ്ങൾ രാമനാമ മന്ത്രങ്ങളാൽ മുഖരിതമാക്കും. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. സർവൈശ്വര്യവും ആയുരാരോഗ്യ സൗഖ്യവും പകരുന്നതിനായി കാലങ്ങളായി മലയാളികളുടെ മുറ തെറ്റാതെയുള്ള ആചരണമാണ് കർക്കിടകത്തിലെ രാമായണ പാരായണം. പലവിധ വ്യാധികളാൽ വലയുന്ന സമൂഹത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ പ്രസക്തിയും നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. രാമായണ പാരായണം, നാലമ്പല ദർശനം, സുഖചികിത്സ എന്നിങ്ങനെ മലയാളികൾക്ക്, പ്രത്യേകിച്ച് ഹൈന്ദവർക്ക് കർക്കിടകം ഭക്തിയുടെയും തീർത്ഥാടനത്തിന്റെയും പുണ്യമാസം കൂടിയാണ്. വർദ്ധിയുടെ പഞ്ഞമാസം എന്ന കർക്കിടകത്തിന് വിശേഷണമുണ്ടെങ്കിലും ആധ്യാത്മികതയുടെ നിറവിൽ മനുഷ്യജീവിതത്തിന്റെ മാർഗദർശിയായും രാമായണ മാസം ഖ്യാതി അറിയിക്കുന്നുണ്ട്. ആനയൂട്ട്, പിതൃമോക്ഷത്തിനായുള്ള വാവുബലി, ആയുർവേദ പ്രകാരമുള്ള സുഖചികിത്സ എന്നിവയ്ക്കുള്ള ഉചിതമായ മാസം കൂടിയാണ് കർക്കിടകം. സുഖചികിത്സയിലൂടെ ശാരീരിക ക്ഷമത വരുത്തുന്നതിനൊപ്പം രാമായണ പാരായണത്തിലൂടെ മനസ്സിനെ പാകപ്പെടുത്തുക കൂടിയാണ് കർക്കിടകം. 1 മാസം നീളുന്ന പാരായണത്തിലൂടെ രാമായണത്തിന്റെ പുണ്യവും
ഇവ നൽകുന്ന ദാർശനികതയും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യവും രാമായണ മാസത്തെ വ്യത്യസ്തമാക്കുന്നു. സാംസ്കാരിക പൈതൃകം മുറുകെ പിടിച്ച് അല്ലലൊഴിഞ്ഞ് സമൃദ്ധമായ ഒരു നാളെയെ വരവേൽക്കാനുള്ള ഉറച്ചൊരു ചുവടുവയ്പ് കൂടിയാണ് കർക്കടകം. അതിനാൽ തന്നെ കർക്കടക പുലരിയും പ്രദോഷവും ഹൈന്ദവ ഭവനങ്ങളിൽ നിന്നും ക്ഷേത്രങ്ങളിൽ നിന്നും ഉയരുന്ന രാമനാമ മന്ത്രധ്വനികളാൽ മുഖരിതമാവും. TCV തൃശൂർ. ഇടവേള. വാർത്തയിലേക്ക്. എളവള്ളി പഞ്ചായത്തിലെ 10-11 വാർഡുകളിലൂടെ കടന്നുപോകുന്ന കൊച്ചിൻ ഫ്രോണ്ടിയർ തോട് കരകവിഞ്ഞു. തോടിന്റെ സമീപ പ്രദേശത്തെ വീടുകൾ കനത്ത വെള്ളക്കെട്ടിലായി. കൊച്ചിൻ ഫ്രോണ്ടിയർ തോട്ടിൽ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന മുളംകൂടുകളും മരങ്ങളും കുളവാഴകളും വേനൽക്കാലത്ത് നീക്കം ചെയ്യാത്തതാണ് തോട് കരകവിയാൻ കാരണമെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. ഇത് സംബന്ധിച്ച് TCB നേരത്തെ വാർത്ത നൽകിയിരുന്നു. കൊച്ചിൻ ഫ്രോണ്ടിയർ തോടിന്റെ ബണ്ട് റോഡിലൂടെയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. രോഗികളെ കസേരയിലെടുത്താണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അമ്പലത്ത് വീട്ടിൽ കബീർ, തത്തോത്ത് രാമകൃഷ്ണൻ, പുലിക്കോട്ടിൽ സാഫി, തെപ്പുറത്ത് സരോജിനി, കോട്ടമൽ സുലോചന എന്നിവരുടെ വീടുകൾക്ക് ചുറ്റും വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കളായ CJ സ്റ്റാൻലി, PR പ്രേമൻ, NK സുലൈമാൻ എന്നിവർ ആവശ്യപ്പെട്ടു. കാലവർഷത്തിന് പുറമെ തൃശൂർ കോർപ്പറേഷന്റെ കാന നിർമ്മാണമാണ് പുങ്കുന്നം ഉദയനഗറിനെ വെള്ളക്കെട്ടിലാക്കിയത്. മഴയെ അവഗണിച്ചു നടത്തിയ പ്രവർത്തികൾ ഇപ്പോൾ പ്രദേശവാസികളെ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ്. കാലവും കാലവർഷവും മറന്ന് അധികൃതർ നടത്തുന്ന പ്രവർത്തികളുടെ അനന്തരഫലമാണ് ഈ കാണുന്നത്. മഴ ഗൗനിക്കാതെ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ പൂങ്കുന്നം ഉദയനഗറിൽ നടത്തിയ കാന നിർമ്മാണമാണ് ഇവർക്ക് ദുരിതമായി മാറിയത്. ശക്തമായ മഴയിൽ ഉദയനഗറിലെ 5ാമത് സ്ട്രീറ്റ് പൂർണ്ണമായും വെള്ളക്കെട്ടിലായി ഒറ്റപ്പെട്ടു. മുട്ടോളം വെള്ളമായതോടെ കാനയ്ക്കായി എടുത്ത കുഴികളും നിർമ്മാണത്തിനായി സ്ഥാപിച്ച കമ്പികളും ഇളകിയ സ്ലാബും അറിയാതെ വീടുകളിൽ നിന്നും ഫ്ളാറ്റുകളിൽ നിന്നും ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡുകൾ വെട്ടിപ്പൊളിച്ചതും മണ്ണ് മാറ്റാത്തതും കോൺക്രീറ്റ് മിക്സർ അടക്കമുള്ള നിർമ്മാണ സാമഗ്രികൾ റോഡിൽ നിരത്തുകയും ചെയ്തതോടെ കാൽനട പോലും അസാധ്യമായി മാറി. കുറേ പേര് ഇവിടുന്ന് അവരൊരു റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്ക് താമസം മാറി. ഇനിയും ഞങ്ങളിവിടെ കുറേ പേര് കിടക്കുന്നുണ്ട്. അങ്ങനെ മാറാൻ നമുക്ക് സ്ഥലമില്ല. സ്കൂൾ വണ്ടികളൊന്നും ഇവിടെ വരെ വരുന്നില്ല. മെയിൻ റോഡ് വരെ പിള്ളേർ മുങ്ങിയിട്ടാണ് അവിടെ വരെ പോയിട്ടാണ് വണ്ടി കയറി പോണത്. ഒരു വയ്യാണ്ട് ഒരു ആളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പുറത്തേക്ക് കിടക്കാൻ പറ്റാത്ത അവസ്ഥ. ഒരു ഓട്ടോക്കാരെ വിളിച്ചാലും വരില്ല. എന്തെങ്കിലും ഒരു വഴി ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്തേക്ക് കിടക്കാൻ, ഒരു ഐലൻഡിൽ സ്റ്റക്കായ പോലെയായി 4 പുറം വെള്ളമായിട്ട്. ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇത്രയും കൊല്ലങ്ങളായിട്ട്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പറ്റിയത്. പരാതിയെ തുടർന്ന് യാത്രാ മുടക്കിയായി കിടക്കുന്ന നിർമ്മാണ സാമഗ്രികൾ നീക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച ഡിവിഷൻ കൗൺസിലർ രാവുണ്ണി പ്രദേശവാസികൾക്ക് ഉറപ്പ് നൽകി. നിർമ്മാണത്തിനായി ഫ്ളാറ്റുകളോട് ചേർന്നുള്ള തോടിന് സമീപത്തെ കോൺക്രീറ്റ് തടയണ പൊളിച്ചതാണ് ഇപ്പോഴത്തെ വെള്ളക്കെട്ടിന് മുഖ്യ കാരണമായത്. ഇതോടെ പാമ്പടക്കമുള്ള ഇഴജന്തുക്കൾ മലിനജലത്തിലൂടെ വരുന്നതും ഭീതി പരത്തുന്നു. കൂടാതെ സെപ്റ്റിക് ടാങ്കിൽ നിന്നടക്കമുള്ള മലിനജലം കെട്ടിക്കിടക്കുന്നത് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിവെക്കുന്നുണ്ട്. കാനയ്ക്കായി റോഡ് വെട്ടിപ്പൊളിച്ചതോടെ വൈദ്യുതി, ടെലിഫോൺ സംവിധാനങ്ങളും താറുമാറായി. വെള്ളക്കെട്ട് രൂക്ഷമായതോടെ പത്രം, പാലടക്കമുള്ള അവശ്യ സേവനങ്ങൾ പോലും ഇവർക്ക് ലഭ്യമാകാതെയായി. പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കളക്ടർ, കോർപ്പറേഷൻ അടക്കമുള്ള ബന്ധപ്പെട്ട അധികൃതർക്ക് പ്രദേശവാസികൾ പരാതി നൽകിയിട്ടുണ്ട്. TCV തൃശൂർ. കുന്നംകുളത്ത് തട്ടുകട തൊഴിലാളി വിബീഷ് കുമാർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണ വിധേയനായ നഗരസഭാ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് BJP കൗൺസിലർമാർ നഗരസഭാ ചെയർപേഴ്സന്റെ ചേംബറിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. നഗരത്തിൽ ഉപജീവന മാർഗത്തിനായി തട്ടുകട നടത്തിയിരുന്ന വിബീഷിന്റെ തട്ടുകട പിടിച്ചെടുത്ത സെക്രട്ടറിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഉത്തരവാദിത്തം ഏറ്റെടുത്ത ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമരം. വികസനകാര്യ സ്ഥിരസമിതി കമ്മിറ്റി അധ്യക്ഷൻ KK മുരളി ഉദ്ഘാടനം ചെയ്തു. ഗീതാ ശശി, ശ്രീജിത്ത് തെക്കേപ്പുറം, സജീഷ് കില്ലപ്പൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജോയ ലൂക്കാസ് ഫൗണ്ടേഷൻ പീച്ചി ചെന്നായിപ്പാറ ദിവ്യഹൃദയ ആശ്രമത്തിലെ അന്തേവാസികൾക്കായി സ്നേഹഭവൻ നിർമ്മിച്ചു നൽകുമെന്ന് ജോയ ലൂക്കാസ് സാരഥികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 12,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള സ്നേഹഭവനിൽ 120 പേർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്. 2.5 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതി ഈ വർഷം ഡിസംബറിനുള്ളിൽ പൂർത്തിയാക്കും. ഈ വർഷം രജത ജൂബിലി ആഘോഷിക്കുന്ന ദിവ്യഹൃദയ ആശ്രമത്തിന് ജോയ ലൂക്കാസ് ഫൗണ്ടേഷൻ സമർപ്പിക്കുന്ന ഒരു ജൂബിലി സ്മാരകം കൂടിയാണ് സ്നേഹഭവൻ. എൻഡോസൾഫാൻ ദുരിതബാധിതരായ 36 നിർധന കുടുംബങ്ങൾക്കുള്ള ഭവനങ്ങളുടെ പണി പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ വർഷം മുതൽ ജോയ ലൂക്കാസ് ഗ്രൂപ്പിന്റെ മൊത്തം വരുമാനത്തിന്റെ ഒരു വിഹിതം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കുമെന്നും ഏകദേശം 10 കോടിയോളം രൂപ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ ചെലവഴിക്കുമെന്നും
ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ജോയ് ആലുക്കാസ് പറഞ്ഞു. ജോയ് ആലുക്കാസ് കോർപ്പറേറ്റ് ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ഡയറക്ടർ ജോയ് ആലുക്കാസ്, ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ ചീഫ് കോർഡിനേറ്റർ പി ജോസ്, ചെന്നായ്പാറ ദിവ്യഹൃദയാശ്രമം ഡയറക്ടർ ഫാദർ ജോർജ് കണ്ണംപ്ലാക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് ആനകൾക്കുള്ള സുഖചികിത്സ ആരംഭിച്ചു. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ ഗജവീരന്മാർക്ക് ആദ്യ ഉരുള നൽകി സുഖചികിത്സയ്ക്ക് തുടക്കം കുറിച്ചു. മരുന്നുകളോട് കൂടിയ ചോരുരുളയാണ് ആനകൾക്ക് നൽകിയത്. തുടർന്ന് തണ്ണിമത്തൻ, കരിമ്പടക്കമുള്ള പഴവർഗ്ഗങ്ങളും നൽകി. എറണാകുളം ശിവകുമാർ, തൃപ്രയാർ രാമചന്ദ്രൻ, ഉത്രാളിക്കാവ് സീതാരാമൻ എന്നീ ഗജവീരന്മാർക്കാണ് ഉരുളകൾ നൽകിയത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ എ ജയകുമാർ, വടക്കുന്നാഥ ക്ഷേത്രം മാനേജർ കെ വി രാജൻ, ക്ഷേത്രക്ഷേമ സമിതി കൺവീനർ TR ഹരിഹരൻ എന്നിവർ സന്നിഹിതരായിരുന്നു. നിലവിൽ 10 ആനകളാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെതായി ഉള്ളത്. ജനാധിപത്യത്തെ സ്ഥാപിച്ചു നിർത്തുന്നത് മാധ്യമങ്ങളാണെന്നും അവയുടെ വായടപ്പിക്കാൻ ശ്രമിക്കുന്നത് നീതി നിഷേധമാണെന്നും ജസ്റ്റിസ് കെമാൽ പാഷ പറഞ്ഞു. TV ന്യൂസ് ക്യാമറാമാനും ഡോക്യുമെന്ററി സംവിധായകനുമായ PP സലീം രചിച്ച ന്യൂസ് ക്യാമറയ്ക്ക് പിന്നിൽ എന്ന പുസ്തകം സാഹിത്യ അക്കാദമിയിൽ പ്രകാശനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാഹിത്യ അക്കാദമി സെക്രട്ടറി ഡോക്ടർ KP മോഹനൻ പുസ്തകം ഏറ്റുവാങ്ങി. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പ്രൊഫസർ കാർത്തികേയൻ നായർ അധ്യക്ഷനായിരുന്നു. തൃശൂർ റേഞ്ച് IG MR അജിത് കുമാർ, മിനി മുരിങ്ങാത്തിരി, സന്തോഷ് ജോൺ തുവൽ, ശശികുമാർ പാറക്കുത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വിയൂർ റോസ് ബസാറിൽ അഗതികളും മാനസികാസ്വാസ്ഥ്യമുള്ളവരുമായ സ്ത്രീകൾ താമസിക്കുന്ന വീടിന്റെ ചുമർ ഇടിഞ്ഞു വീണു. ആശ്വാസ നടപടികളുമായി അധികൃതർ. പെരിങ്ങന്നൂർ കല്യാണിക്കുട്ടിയമ്മയും മകൾ അമ്പിളിയും താമസിക്കുന്ന വീടിന്റെ പുറകുവശത്തുള്ള ചുമരാണ് ഇടിഞ്ഞു വീണത്. മാനസികാസ്വാസ്ഥ്യമുള്ള ഇവർ ഭിക്ഷയെടുത്താണ് ജീവിക്കുന്നത്. 40 വർഷത്തോളമായി 8.5 സെന്റ് സ്ഥലത്ത് ശോചനീയാവസ്ഥയിലുള്ള വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. കോർപ്പറേഷൻ കൗൺസിലർ ജോൺ ഡാനിയൽ സ്ഥലത്തെത്തി വില്ലേജ് ഓഫീസർ, മേയർ, കോർപ്പറേഷൻ സെക്രട്ടറി തുടങ്ങിയവരുമായി ബന്ധപ്പെട്ടതിനെ തുടർന്ന് സാമൂഹ്യനീതി വകുപ്പിലെ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ എത്തി. സ്ഥലത്തിന് വേറെയും അവകാശികളുള്ളതിനാൽ ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തുവാൻ സാങ്കേതിക തടസ്സമുണ്ട്. ഇതിനിടെ കൗൺസിലർ അറിയിച്ചതിനെ തുടർന്ന് വീടും പരിസരവും വൃത്തിയാക്കാനെത്തിയ ശുചീകരണ തൊഴിലാളികൾ വീടിനകത്ത് കൂട്ടിയിട്ടിരിക്കുന്ന കറൻസി നോട്ടുകളും നാണയങ്ങളും കണ്ടെത്തുകയും അക്കാര്യം കൗൺസിലർ മുഖേന റവന്യൂ അധികൃതരെ അറിയിക്കുകയും ചെയ്തു. വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ, സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥർ, വിയൂർ പോലീസ്, താലൂക്ക് ഓഫീസ് അധികൃതർ എന്നിവർ ചേർന്ന് വീട്ടിൽ നിന്ന് കിട്ടിയ കറൻസി നോട്ടുകളും നാണയങ്ങളും എണ്ണി തിട്ടപ്പെടുത്തിയ ശേഷം ആ സംഖ്യ സഹിതം കല്യാണിക്കുട്ടിയമ്മയെയും മകൾ അമ്പിളിയെയും ആനപ്പാറയിലുള്ള ആശാഭവനിലേക്ക് മാറ്റി. TCV തൃശൂർ. ഇരിങ്ങാലക്കുട പുല്ലൂർ ആനൂരുളിപ്പാടത്ത് വഞ്ചി മറിഞ്ഞ് യുവാവ് മുങ്ങിമരിച്ചു. മുരിയാട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വെട്ടിയാട്ടിൽ രജനി ഗിരിജന്റെ മകൻ 26 വയസ്സുള്ള അനീഷാണ് മരിച്ചത്. അനീഷും സുഹൃത്തും പാടത്തുകൂടി വഞ്ചിയിൽ യാത്ര ചെയ്യുന്നതിനിടെ വഞ്ചി മറിഞ്ഞ് അനീഷ് വെള്ളത്തിൽ മുങ്ങിത്താഴുകയായിരുന്നു. സുഹൃത്ത് ഗോകുൽ നീന്തി രക്ഷപ്പെട്ടു. ഇരിങ്ങാലക്കുടയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. ബുധനാഴ്ച രാത്രി 9 മണിയോടെയാണ് സംഭവം. പഴയന്നൂരിലെ കടകളിൽ വീണ്ടും മോഷണം. പഴയന്നൂർ തിരുവില്ലാമല റോഡിലുള്ള അൽതാജ് ഹാർഡ്വെയർ ഷോപ്പിൽ നിന്നും 4500 രൂപ നഷ്ടപ്പെട്ടു. സമീപത്ത് തന്നെയുള്ള ചിന്നൂസ് ഹോട്ടൽ, അക്രിക്കട എന്നിവിടങ്ങളിൽ മോഷണ ശ്രമവും ഉണ്ടായിട്ടുണ്ട്. പഴയന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം പഴയന്നൂരിലെ തന്നെ 3ഓളം കടകളിൽ മോഷണ ശ്രമം നടന്നിരുന്നു. ഞായറാഴ്ച പങ്ങാരപ്പള്ളിയിലെ കുരിശുപള്ളികളിലും മോഷണം നടന്നിട്ടുണ്ട്. പോലീസ് അനാസ്ഥയാണ് തുടർച്ചയായ മോഷണങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ഒറ്റ ഷോട്ടിൽ ചിത്രീകരിച്ച വിപ്ലവം ജയിക്കാനുള്ളതാണ് എന്ന മലയാള സിനിമയ്ക്കായി ഒരുക്കിയ സൈക്കോ സോങ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നു. തൃശ്ശൂരിൽ നിന്നുള്ള ഒരു കൂട്ടം കലാകാരന്മാരുടെ വേറിട്ട ചലച്ചിത്ര പരീക്ഷണം എന്നതാണ് ഈ സിനിമയെ ശ്രദ്ധേയമാക്കുന്നത്. നിഷാദ് ഹസൻ സംവിധാനം ചെയ്ത 2 മണിക്കൂർ ദൈർഘ്യം വരുന്ന ചിത്രം ഒറ്റ ഷോട്ടിൽ പൂർണ്ണമാകുന്നുവെന്നതാണ് സവിശേഷത. ചിത്രത്തിന്റെ പ്രചാരണത്തിനായി പുറത്തിറക്കിയ സൈക്കോ സോങ് സൈക്കോ വിശ്വരാജ് എന്ന കലാകാരനാണ് സംഗീതം നൽകിയിട്ടുള്ളത്. ഒരു രാഷ്ട്രീയ സംഘടന പാട്ടിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്നുവെന്നതാണ് ഈ ഗാനത്തെ വ്യത്യസ്തമാക്കുന്നതെന്ന് വിശ്വരാജ് പറയുന്നു. എൻ്റെ പേര് സൈക്കോ വിശ്വരാജ് എന്നാണ്. അപ്പോൾ സൈക്കോ സോങ് എന്നുള്ള രീതിയിൽ വന്നതായിരിക്കും. പിന്നെ ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റൊരു ജേണറിൽ ഞാൻ ഒരു മെറ്റാലിക്കോ അങ്ങനെ ഒരു പ്രത്യേക ജേണറിൽ ചെയ്തതല്ല. സിറ്റുവേഷൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്മാർ തമ്മിലുള്ള ചെറിയ സംഘടനയാണ്. അപ്പോൾ ആ സംഘടനത്തിൻ്റെ വൈകാരിക തലം മൊത്തം ഈ സോങ്ങിൽ
പ്രേക്ഷകർക്ക് കിട്ടുന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഡിനു മോഹൻ രചന നിർവഹിച്ച ഗാനത്തിന്റെ പ്രോഗ്രാമിംഗ് വിനായക് ശരത്ചന്ദ്ര നിർവഹിച്ചു. സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ സൂരജ് സന്തോഷ് ആലപിച്ച മറ്റൊരു ഗാനവും സൈക്കോ വിശ്വരാജ് ചിത്രത്തിനായി ഒരുക്കിയിട്ടുണ്ട്. ഫേസ്ബുക്ക് ലൈവിലൂടെ സിനിമാ ചിത്രീകരണം നടത്തി ശ്രദ്ധേയനായ നിഷാദ് ഹസന്റെ വിപ്ലവം ജയിക്കാനുള്ളതാണെന്ന പുതിയ പരീക്ഷണം ഉടൻ തിയേറ്ററുകളിൽ എത്തിക്കാനാണ് അണിയറ പ്രവർത്തകരുടെ നീക്കം. ന്യൂസ് ഡെസ്ക് TCV. സുബ്രതോ മുഖർജി കപ്പിനായുള്ള ഫുട്ബോൾ ടൂർണമെന്റിന്റെ തൃശൂർ ഈസ്റ്റ് വിദ്യാഭ്യാസ ഉപജില്ലയുടെ മത്സരങ്ങൾക്ക് തുടക്കമായി. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റിൽ ഈസ്റ്റ് ഉപജില്ലയിൽ നിന്നുള്ള 40 സ്കൂൾ ടീമുകളാണ് അണ്ടർ 14, അണ്ടർ 17 വിഭാഗങ്ങളിലായി മത്സരിക്കുന്നത്. ദേശീയ തലത്തിൽ നടക്കുന്ന ടൂർണമെന്റിന്റെ പ്രാഥമിക റൗണ്ട് മത്സരങ്ങളാണ് ഉപജില്ല, റവന്യൂ ജില്ലാ, സംസ്ഥാന തലത്തിലടക്കം നടക്കുന്നത്. തൃശൂർ ഈസ്റ്റ് ഉപജില്ല AEO ജയശ്രീ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കടപ്പുറം പഞ്ചായത്തിൽ കടൽക്ഷോഭം മൂലം വെള്ളം കയറിയ വീടുകളിൽ അഗ്നിശമന സേന സഹായവുമായി എത്തി. വീടുകളിൽ കെട്ടിനിൽക്കുന്ന വെള്ളം വലിയ പമ്പ് ഉപയോഗിച്ച് കടലിലേക്ക് ഒഴുക്കിക്കളയുകയാണ് ഇവർ. ഗുരുവായൂർ, ഇരിങ്ങാലക്കുട യൂണിറ്റുകളിൽ നിന്നുള്ള അഗ്നിശമന സേനാംഗങ്ങളാണ് കടപ്പുറം നിവാസികൾക്ക് സഹായവുമായി എത്തിയത്. കടപ്പുറം പഞ്ചായത്തിലെ അഴിമുഖം, മുനക്കക്കടവ്, വെളിച്ചെണ്ണപ്പടി, മൂസ റോഡ്, അഞ്ചങ്ങാടി വളവ്, ആശുപത്രിപ്പടി തുടങ്ങിയ സ്ഥലങ്ങളാണ് സംഘം ദുരന്ത നിവാരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. ഗുരുവായൂർ ഫയർഫോഴ്സ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ M. ശ്രീകുമാർ, ലീഡിംഗ് ഫയർമാൻ T. സുരേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനം. കനത്ത മഴയിൽ പുങ്കുന്നം ജയനഗർ പ്രദേശം വെള്ളക്കെട്ടിലായി. ഇവിടെ പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് കോർപ്പറേഷന്റെ സംഭരണ വിതരണ കേന്ദ്രത്തിലും വെള്ളം കയറി. ഇതുമൂലം വിതരണത്തിനായി സംഭരിച്ച പച്ചക്കറികൾ വെള്ളത്തിലായി. പ്രദേശമാകെ വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് പ്രദേശവാസികൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. ഇടവേള. വാർത്തയിലേക്ക് വീണ്ടും. മുസ്ലിം യൂത്ത് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ വിനായകന്റെ 1ാം ചരമവാർഷിക ദിനത്തിൽ പിണറായി സർക്കാരിന്റെ ജാതി പോലീസിംഗിനെതിരെ പ്രതിഷേധ നിര സംഘടിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച യോഗം അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. വിനായകന്റെ മാതാപിതാക്കളായ കൃഷ്ണൻ, ഓമന, സഹോദരൻ വിഷ്ണു എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് KK അഫ്സൽ അധ്യക്ഷനായിരുന്നു. KA ഹാറൂൺ റഷീദ്, അസീസ് താണിപ്പാടം, RA മനാഫ്, KM സനൌഫൽ എന്നിവർ നേതൃത്വം നൽകി. ബാലഗോകുലം തൃശ്ശിവപേരൂർ മഹാനഗർ ശ്രീകൃഷ്ണ ജയന്തി സ്വാഗത സംഘ രൂപീകരണ യോഗം ചേർന്നു. ശ്രീരാമകൃഷ്ണ മഠത്തിലെ സ്വാമി സദ്ഭവാനന്ദ ഉദ്ഘാടനം ചെയ്തു. ചിന്മയ മിഷൻ മുൻ ഡയറക്ടർ G. മുകുന്ദൻ അധ്യക്ഷനായിരുന്നു. PN ഹരി, ഹരീന്ദ്രൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. കനത്ത മഴയിൽ വെള്ളം പൊങ്ങിയതിനെ തുടർന്ന് കുറ്റൂർ ചൂരക്കാട്ടുകര വഴിയുള്ള ഗതാഗതം നിരോധിച്ചു. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി പെയ്ത കനത്ത മഴയിലാണ് കുറ്റൂർ ചൂരക്കാട്ടുകര റോഡിൽ വെള്ളം പൊങ്ങിയത്. കുറ്റൂർ പാടത്തിന്റെ ഇരുഭാഗങ്ങളിലും ഒരാൾ പൊക്കത്തിലാണ് വെള്ളം ഉയർന്നിരിക്കുന്നത്. അപകട സാധ്യത കണക്കിലെടുത്ത് ഇതുവഴിയുള്ള വാഹന ഗതാഗതം പോലീസ് നിരോധിച്ചു. തൃശൂർ സ്വദേശിയായ ലോക്കോ പൈലറ്റ് എറണാകുളത്ത് മരിച്ചു. വിയൂർ സ്വദേശിയായ രാജുവാണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. എറണാകുളത്ത് നിന്നും പുറപ്പെടേണ്ട അമൃത എക്സ്പ്രസിലെ ലോക്കോ പൈലറ്റായ രാജുവിനെ ഡ്യൂട്ടി സമയത്തിന് മുൻപായി വിശ്രമമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് രോഗത്തിന് ജില്ലാ ആശുപത്രികളിലും തെരഞ്ഞെടുത്ത സ്പെഷ്യാലിറ്റി ആശുപത്രികളിലും ചികിത്സാ സൗകര്യവും മരുന്ന് വിതരണവും ഒരുക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞു. മരുന്നുകൾ സർക്കാർ നേരിട്ട് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യാനുള്ള സാധ്യതകൾ പരിഗണിക്കണം. ഇതിനായി കേന്ദ്ര ഏജൻസികളുടെ സഹായം തേടണമെന്നും കമ്മീഷൻ അംഗം K. മോഹൻകുമാർ പറഞ്ഞു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് LED TVകൾ കാണാതായ സംഭവത്തിൽ സെക്യൂരിറ്റി വിഭാഗം റിപ്പോർട്ട് സമർപ്പിച്ചു. അന്വേഷണം പോലീസിന് കൈമാറണമെന്ന് മെഡിക്കൽ കോളേജ് സെക്യൂരിറ്റി വിഭാഗം മേധാവി MB നസറുദ്ദീൻ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടു. മെഡിക്കൽ കോളേജിലെ സർജിക്കൽ, ഓർത്തോ, മെഡിസിൻ OPകളിലെ 3 LED TVകളാണ് കഴിഞ്ഞയാഴ്ച മോഷണം പോയത്. PWD റോഡ്സ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ BJP പ്രവർത്തകർ ഉപരോധിച്ചു. കോർപ്പറേഷൻ പരിധിയിലെ PWD റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PV ബിജിയെ BJP പ്രവർത്തകർ ഉപരോധിച്ചത്. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, നിയോജകമണ്ഡലം പ്രസിഡന്റ് വിനോദ് പള്ളാത്തേരി, ജനറൽ സെക്രട്ടറിമാരായ പ്രദീപ് കുമാർ, രഘുനാഥ്, മനോജ് നെല്ലിക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ഒല്ലൂർ ESI ആശുപത്രി ശാപമോക്ഷത്തിനായി അധികൃതരുടെ കനിവ് തേടുന്നു. ഏത് നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിൽ ആതുരാലയം. അനാസ്ഥ തുടർക്കഥയാക്കി KSEB. അത്താണി ഉദയനഗറിൽ വൈദ്യുതി പോസ്റ്റ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ നിന്ന് 5ാം ക്ലാസ് വിദ്യാർത്ഥി രക്ഷപ്പെട്ടത് അത്ഭുതകരമായി.
കടൽക്ഷോഭത്തിൽ തകർന്നടിഞ്ഞ തീരദേശ മേഖലയിൽ അടിയന്തര നടപടികൾ ആവശ്യപ്പെട്ട നാട്ടുകാർ പൊക്കുളങ്ങരയിൽ ദേശീയപാത ഉപരോധിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി ആരംഭിച്ചു. നിരത്തിൽ ബസ്സുകളുടെ മത്സരയോട്ടം തുടരുന്നു. ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. മരിച്ചത് ഒളരിയിലെ അപകടത്തിൽ പരിക്കേറ്റ ബിമൽ ദാസ്. ജില്ലാ കളക്ടർ ടി വി അനുപമ കടൽക്ഷോഭ ബാധിത പ്രദേശങ്ങളിൽ വീണ്ടും എത്തി. ആശ്വാസ നടപടികൾ പ്രതീക്ഷിച്ച് കടലോരവാസികൾ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.